ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജന്മം നൽകിയ അച്ഛനോട് നീതി പുലർത്താത്ത ഞാൻ ഒരച്ഛനാവാൻ പോകുന്നു. പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മുമ്പിൽ തോറ്റു നിൽക്കുന്ന ഒരു അച്ഛനായി പോകുമെന്ന് പേടിയാ എനിക്കിപ്പോ. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? സത്യം അമ്മേ, സത്യമാ ഞാനീ പറയുന്നേ. ജഗന് തിരിച്ചറിവുണ്ടാകാനാ പ്രകാശനെ ഇറക്കി കളിക്കുന്നത്. ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ജഗന് തിരിച്ചറിവുണ്ടാവണം. വന്ദനയുടെ പതനവും സംഭവിക്കണം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒരു വെടിക്ക് രണ്ട് പക്ഷി വീഴുന്നത് നല്ല വേട്ടക്കാരന്റെ ലക്ഷണമല്ല ചേച്ചി. ട്രിഗർ വലിച്ച് വെടിപൊട്ടിക്കുമ്പോ ലക്ഷ്യം വച്ച ഇര മാത്രം താഴെ വീഴണം. അവനാ യഥാർത്ഥ പിടിക്കാരൻ. അപ്പോഴാണ് മറ്റുള്ളവ ചിന്നിച്ചിതറി പായുന്നത്. ചേച്ചി, വീഴേണ്ടത് അവളാ. അവള് വീഴണം, അവളെ വീഴ്ത്തണം. ചിലർക്ക് ജാതകത്തിൽ 2 കല്യാണം എഴുതിയിട്ടുണ്ടാവും. നിന്റെ 2 മക്കൾക്കും 2ാം കല്യാണമാണ് വിധിയെന്ന് അങ്ങ് വിചാരിച്ചാ മതി. കല്യാണം മാത്രം അവരവരുടെ സ്റ്റാറ്റസിനും നിലയ്ക്കും ചേർന്നതായിരിക്കണം. എന്നാലേ അത് നിലനിൽക്കൂ. ജിതേന്ദ്രനും വിദ്യയും യാതൊരു ചേർച്ചക്കേടുമില്ലാതെ ജീവിക്കുന്നില്ലേ? ശരിയാ, ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ടെന്നല്ല, ഞാൻ പറയുന്നതാണ് ശരി. ഞാൻ നിന്നെ അമിതമായി സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ എന്റെ അവസ്ഥ മറന്ന് ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്ത വെറും ചീപ്പായ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ മാനസികമായി പീഡിപ്പിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പിതാവായ മാധവൻ നായർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക ഇരുവരും നൽകേണ്ടതാണെന്നും കോടതി വിധിക്കുന്നു. മനോജെ, മോൻ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ലമ്മേ. മോനെ, ഒരച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. അപ്പൊ ചിന്ത അതിനെക്കുറിച്ചല്ലായിരുന്നു എന്നർത്ഥം. മനുഷ്യര് സന്തോഷിക്കാൻ ഓരോ കാര്യങ്ങൾ തേടി നടക്കുമ്പോ ഇവിടെ സന്തോഷിക്കാൻ ഒരു കാര്യം കിട്ടിയിട്ടും ദേ ഒരാൾ വിഷമിച്ചിരിക്കുന്നു. എന്താ മോനെ, എന്താ നിന്റെ പ്രശ്നം? സ്വയം പരാജയപ്പെട്ടവന് എന്ത് സന്തോഷം അമ്മേ. ജീവിതം മുഴുവൻ പരാജയം ഏറ്റുവാങ്ങിയവനാ ഞാൻ. ആരോടാ ഞാൻ നീതി പുലർത്തിയിട്ടുള്ളത്? മോനെ, ഒരു മകന്റെ എന്തെങ്കിലും ഉത്തരവാദിത്തം എനിക്ക് ജന്മം നൽകിയവരോട് ഞാൻ കാണിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും വാക്കും കേട്ട് വയസ്സായ അച്ഛനും അമ്മയും കോടതി കയറ്റിയവനാ ഞാൻ. ഒരു നേരത്തും ഒരൽപ്പ സമാധാനോ സന്തോഷോ ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. സഹോദരങ്ങളോട് നീതി കാണിച്ചിട്ടുണ്ടോ? ഇല്ല. കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പോലും ഗതിയില്ലാത്തൊരു ഭർത്താവ്. പരാജയപ്പെട്ട് പോയവനല്ലേ അമ്മേ. ജന്മം നൽകിയ അച്ഛനോട് നീതി പുലർത്താത്ത ഞാൻ ഒരച്ഛനാവാൻ പോകുന്നു. പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മുമ്പിൽ തോറ്റു നിൽക്കുന്ന ഒരു അച്ഛനായി പോകുമെന്ന് പേടിയാ എനിക്കിപ്പോ. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? സത്യം അമ്മേ, സത്യമാ ഞാനീ പറയുന്നേ. ഒരു മരുമകൻ എന്ന നിലയിലും അമ്മയുടെ മുന്നിൽ ഞാൻ പരാജിതനല്ലേ. മോനെ, നീ ഇങ്ങനെ തളർന്നു പോവല്ലേ. പരാജയം അറിഞ്ഞവര് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എല്ലാം ശരിയാവൂടാ. തൽക്കാലം നീ ഒരു ജോലി കണ്ടെത്ത്. അതിപ്പോ ഇന്ന ജോലി വേണമെന്നൊന്നും നിർബന്ധം പിടിക്കണ്ട. കിട്ടുന്ന ജോലിക്ക് തൽക്കാലം പോവുക. അതെ, വെറുതെ ഇരിക്കുമ്പോഴാ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുന്നേ.
ദേ നോക്ക്, എന്റെ മോള് ഹരിതയ്ക്ക് കുറച്ച് പിടിവാശിയും ദേഷ്യവും ഒക്കെ കൂടുതൽ തന്നെയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അവള് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടടാ. അമ്മേ, ഞാൻ നിനക്കും അവളെ ജീവനാണെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഭർത്താവിന് അതിന്റേതായ കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നീ മോശമാകുന്നത് ഹരിതയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതാ അവള് നിന്നോട് കാർക്കശ്യത്തോടെ പെരുമാറുന്നതും വെറുപ്പ് കാണിക്കുന്നതും ഒക്കെ. ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായിരിക്കണമെന്നൊക്കെ ഏതൊരു പെണ്ണിനെയും പോലെ ഹരിതയും ആഗ്രഹിക്കുന്നു. നീ ഒരു ജോലിക്കൊക്കെ പോയി സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കുമ്പോ ഹരിതയുടെ ദേഷ്യവും വെറുപ്പും ഒക്കെ അങ്ങ് മാറും. അമ്മേ, അതേടാ, നിനക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. അന്വേഷിച്ച് അവര് ജോലി കിട്ടാതിരിക്കുവോ? ഇപ്പൊ നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാനല്ലേ പറയുന്നേ, എല്ലാം ശരിയാവും. ചെല്. മാഡം, ഞാൻ ആ P&L ഫയല് മാഡത്തിന്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. മാഡം ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് പറഞ്ഞാലേ എനിക്കത് സാറിന് ടേബിളിലേക്ക് കൊടുക്കാൻ പറ്റൂ. എന്തിനാ വർഷേ നീ ഇങ്ങനെ ആത്മവിശ്വാസം ഇല്ലാത്തവരെ പോലെ ഭാവിക്കുന്നത്? നീ ചെയ്യുന്ന വർക്കുകള് പെർഫെക്റ്റ് അല്ലേ? സത്യത്തിൽ വർഷേ, നിന്റെ കാര്യത്തിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. നീ എത്ര പെട്ടെന്നാ വർക്കുകളൊക്കെ പഠിച്ചെടുത്തത്? 4-5 വർഷം കഴിഞ്ഞ് വന്നവര് ഇപ്പോഴും അക്കൗണ്ട്സിന്റെ കാര്യത്തില് വെള്ളം കുടിക്കുക. മാഡം, ആ, നിനക്കുള്ള കൊറിയറായിട്ട് അയാൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എനിക്ക് കൊറിയറോ? എനിക്കാരാ ഇപ്പൊ കൊറിയർ അയക്കാൻ? കേറി വാ. വർഷ മാഡം, ഒരു കൊറിയർ ഉണ്ട്, ഇതിലൊന്ന് ഒപ്പിടുവോ?